എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, വീണ്ടും ഒരു സിനിമ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ വന്നിരിക്കുന്ന ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. മിക്കവാറും നിങ്ങളിത് കണ്ടു കാണാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സിനിമ കൊട്ടുകാളി എന്ന തമിഴ് സിനിമ. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ദി അഡമൻ ഗേൾ, ഭയങ്കര ശാഠ്യക്കാരിയായിട്ടുള്ള പെൺകുട്ടി എന്നാണ്. ഭയങ്കര വാശിക്കാരിയായിട്ടുള്ള പെൺകുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. തമിഴ് സിനിമയാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് PS വിനോദ് രാജ്. പിന്നെ ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ അന്നാബെൻ, നമ്മളെ മലയാളത്തിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അന്നാബെൻ, പിന്നെ സൂരി, ഒരു കൊമേഡിയൻ എന്നുള്ള ലെവലിൽ നിന്ന് ഒരു മെയിൻ സ്ട്രീം ഹീറോ എന്ന ലെവലിലേക്ക് ഇപ്പോൾ ഈ അടുത്ത് ട്രാൻസ്ഫോർമേഷൻ നടത്തിയ, അത്യാവശ്യം നന്നായിട്ട് ക്യാരക്ടർ റോളൊക്കെ ചെയ്യുന്ന നമ്മളെ സൂരി. സോ ഇവർ രണ്ടാളാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. പാണ്ഡി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് സൂര്യ അവതരിപ്പിക്കുന്നത്. അവൻ്റെ മുറപ്പെണ്ണായിട്ട് അഭിനയിക്കുന്ന, മുറപ്പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമാപ്പൊണ്ണ്, നമ്മുടെ നാട്ടിലെ മുറപ്പെണ്ണല്ല, മാമാപ്പൊണ്ണ്, അതായിട്ടാണ് അഭിനയിക്കുന്നത് നമ്മുടെ അന്നാബെൻ. ഇതൊരു ടിപ്പിക്കൽ തമിഴ് സിനിമയല്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണണം എന്ന് സജസ്റ്റ് ചെയ്തത്. ഒരു ഗ്രാമത്തിൽ, ഒരു പട്ടിക്കാട് ഗ്രാമം, തമിഴ്നാട്ടിലൊരു പട്ടിക്കാട് ഗ്രാമം എന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര കുഗ്രാമം. സോ ഇതിൽ രണ്ട് ക്യാരക്ടർ, മീന അഭിനയിക്കുന്നത് അന്നാബെൻ, പാണ്ഡി അഭിനയിക്കുന്നത് സൂര്യ. സൂരി. അപ്പോൾ ഇവർ രണ്ട് കുടുംബങ്ങൾ. അപ്പോൾ ഇതിൽ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രോപ്പർ ഒരു റൂറൽ വില്ലേജിൽ സംഭവിക്കുന്ന ഒരു കഥ. അവിടുത്തെ ഒരു ആചാരങ്ങളും ഇതൊക്കെ അനുസരിച്ചിട്ട് മാമാ പൊണ്ണിനെ കല്യാണം കഴിക്കുക, അതൊക്കെ വളരെ എന്താ പറയുക കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഇതാണ്, പ്രപ്പോസലാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ മീന വലുതാകുമ്പോൾ എവിടെയോ ചെറിയൊരു അടുത്ത വില്ലേജിൽ എവിടെയാണ് പഠിക്കാൻ പോകുന്നു. അവിടെ വെച്ചിട്ട് ഒരു പയ്യനായിട്ട് പ്രേമത്തിലായി എന്നൊക്കെ രീതിയിലാണ് കഥയിൽ പറയുന്നത്. പിന്നെ അവൾ പഠിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ കല്യാണം വീണ്ടും നടക്കാൻ പോകുന്ന ഒരു സമയം വരുമ്പോഴേക്കും ഈ കുട്ടിക്ക് വീണ്ടും ആ പയ്യനെ കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാണ്ഡ്യനായിട്ടുള്ള വിവാഹം കഴിക്കാനുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ അവൾക്ക് ഇഷ്ടമല്ല. സോ അവൾക്ക് എങ്ങനെയാലും ഇവിടുന്ന് പോകണം എന്നുള്ള രീതിയിലൊക്കെ എന്നിട്ടൊരു, അപ്പോൾ അവളൊരു ഈ മീനനെ ഈ സിനിമയിൽ കാണിക്കുന്ന തന്നെ ഒരു എന്താ പറയുക, ഒരു പേ പിടിച്ച ലുക്ക് ഉണ്ടല്ലോ. പേ പിടിച്ച തമിഴ്നാട്ടിൽ പറയാം, ഒരു ബാധ കയറിയ ഒരു ലുക്കിലാണ്. അങ്ങനെയാണ് ആ നാട്ടുകാരും ആ വീട്ടുകാരൊക്കെ ആ കുട്ടിയുടെ അവസ്ഥ എടുക്കുന്നത്. അത്രയ്ക്കും അവർ ഈ എന്താ പറയുക സൂപ്പർസ്റ്റിഷ്യസ് ആണ്, ഭയങ്കര അത്രയ്ക്കും അവർ ബാക്ക്വേർഡാണ്, ഇല്ലട്രേറ്റ് ആണ്. അത്രയും അവരുടെ ചിന്താഗതി പുറകിലാണ് നിൽക്കുന്നത്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള പോലത്തെ ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. ഇപ്പോഴും പല സ്ഥലത്തും ഈവൻ നമ്മുടെ നാട്ടുകാർക്കും പലപ്പോഴും അങ്ങനെ ചിന്താഗതി മാറിയിട്ടില്ല, എന്നാലും അങ്ങനെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. സോ ഇവരെ സംബന്ധിച്ച് ഈ കൊച്ചിൻ്റെ മേത്ത് ബാധ കയറിയിട്ടാണ്. ഈ മീന എന്ന് പറഞ്ഞാൽ കൊച്ചെന്ന് പറയാൻ പറ്റില്ല, പ്രായപൂർത്തിയൊക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടിയാണ്. ഒരു 22 വയസ്സ് 25 വയസ്സുള്ള കുട്ടിയാണെന്നാണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ മേത്ത് ബാധ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു പൂജാരി ഉണ്ടല്ലോ, നമ്മൾ ഈ ബാധ ഒഴിപ്പിക്കുന്ന ആളുണ്ടല്ലോ, ആ പൂജാരിനെ കാണാൻ വേണ്ടിയിട്ട് ഇവരൊരു യാത്ര പോവാണ്. ഈ കുടുംബം, ഇവളുടെ കുടുംബം, ഇവൻ്റെ കുടുംബവും, ഇവൻ്റെ 2-3 സുഹൃത്തുക്കളും, ഇവൻ്റെ സിസ്റ്റേഴ്സും ഇവൻ്റെ അച്ഛനും ഒക്കെ കൂടിയിട്ട് ഒരു ഓട്ടോയിൽ, കുറച്ച് പേര് ഓട്ടോയിൽ, കുറച്ച് പേര് ബൈക്കിൽ, സ്കൂട്ടറിൽ, അങ്ങനെയായിട്ടൊരു 2-3 വണ്ടികൾ ഇവരെ ഗ്രാമത്തിൽ നിന്ന് വേറെ ഗ്രാമത്തിലേക്ക് യാത്ര പോവുകയാണ്. ആ ഒരു യാത്ര പോകുമ്പോൾ സംഭവിക്കുന്ന കുറേ സംഭവ വികാസങ്ങളാണ് ഈ കഥയിലുടനീളം അവർ പറയാൻ ശ്രമിക്കുന്നത്. അത് തന്നെ വളരെ വളരെ ഗംഭീരമായിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ഒരു റൂറൽ ഭയങ്കര എന്താ പറയുക, ആ ഗ്രാമം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഈ എന്താ പറയുക, ഒരു തരത്തിലുള്ള വികസനം അവിടെ എത്തിപ്പെട്ടിട്ടില്ലെന്ന്. ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസവും വികസനവും
അവിടെ എത്തിപ്പെട്ടില്ല എന്ന് നമുക്ക് ആ ചിത്രീകരണത്തിലൂടെ ആ ഡയറക്ടർ നമ്മളെ കാട്ടിത്തരികയാണ്. ആ പോകുന്ന വഴിയും ആ കാണുന്ന ആൾക്കാരും അവർ സംസാരിക്കുന്ന രീതിയും അവരെ പ്രവൃത്തികളും അവരെ വേഷവിധാനങ്ങളും ഇതിലെല്ലാം കൂടി ആ ഡയറക്ടർ നമ്മളെ കാണിക്കുകയാണ്. ഇത് ഒരിക്കലും ഇവിടെ ഒരു തരത്തിലുള്ള വികസനം ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല, ഇനി വരാനും പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത്. ഇനി അത്രയ്ക്കും ബാക്ക്വേർഡാണ് അവിടെ. അങ്ങനെ പോകുന്ന ഒരു കഥ. അപ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് കയറി ഇവർ യാത്ര പോകുന്നു. അതൊരു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ആ സൗണ്ട് എഫക്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡോൾബി അറ്റ്മോസ്ഫിയർ എന്നല്ല ഞാൻ കണ്ടത്, ഞാൻ ഓൺലൈനാണ് കാണുന്നത്. എന്നാലും അത്രയും ക്ലിയർ ആയിട്ട് ഇവർ ആ സൗണ്ടിൻ്റെ ഓരോ സംഭവങ്ങളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ആവുന്നതും ഓട്ടോറിക്ഷയുടെ പുറത്തുള്ള സൗണ്ട് വേറെ, ഉള്ളിരിക്കുമ്പോഴുള്ള സൗണ്ട് വേറെ, അങ്ങനെ ഒരു മാറി മാറി വരുന്ന സീക്വൻസസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ സൗണ്ട് ഭയങ്കര. അതുപോലെ ഒരു സീനിൽ ബുള്ളറ്റ് പോകുന്ന സീനുണ്ട്. ഇവരൊപ്പം ട്രാവൽ ചെയ്യുന്ന രണ്ടുപേര് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബിവറേജ് എന്നൊക്കെ പറയില്ല, അവിടെ തമിഴ്നാട്ടിൽ കുഗ്രാമത്തിൽ വരെ ബിവറേജ് ഉണ്ട്. അതാണ് അതിശയം. നമ്മുടെ നാട്ടിലൊന്നും വില്ലേജിൻ്റെ അത്രയും റിമോട്ടായിട്ടുള്ള വില്ലേജിലൊന്നും ഒരിക്കലും ബിവറേജ് കാണില്ല. അത്യാവശ്യം ഒരു എന്താ പറയുക പഞ്ചായത്ത് അങ്ങനെയുള്ള കുറച്ചൊരു സിറ്റി ലെവൽ മുനിസിപ്പാലിറ്റി ലെവലിലേക്ക് എത്തിയാൽ എനിക്കറിയില്ല. ഞാൻ കൂടുതലും സിറ്റി ലെവലിലാണ് കണ്ടിരിക്കുന്നത്. പിന്നെ പഞ്ചായത്തിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, അതുകൊണ്ടാണ്. പക്ഷെ ഇവരൊക്കെ ഈ കുഗ്രാമത്തിൽ വരെ ഈ സാധനം ഉണ്ടെന്ന്, ബിവറേജ് ഉണ്ടെന്നാണ് പറയുന്നത്, അത് കാണിക്കുന്നത്. അപ്പം അത് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഈ എന്താ പറയുക, ഈ അത്രയും ചൂഷണം ചെയ്യാണ് ഈ ആൾക്കാരെ. എന്ന് പറയാം, ഈ ഇന്നസെൻ്റ് ആയ ആൾക്കാരെ വെള്ളടിപ്പിക്കാൻ വേണ്ടി ആ കുഗ്രാമത്തിലൊരു പട്ടിക്കാട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഈ ബിവറേജ് വളർന്നിരിക്കുന്നത്. അത് കണ്ടാലാണ് മനസ്സിലാവുന്നത്. അതൊക്കെയാണ് ഞാൻ സിനിമ കാണണം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഏരിയയിൽ കുറേ ഈ പാടങ്ങളും വയലുകളും മറ്റേ കൃഷി സ്ഥലങ്ങളൊക്കെ അതിനിടയിൽ കൊണ്ടുപോയിട്ട് ഒരു ബിവറേജ് ഔട്ട്ലെറ്റ് തുറന്നു വെച്ചിരിക്കുന്നു. അവിടെ വന്നിട്ട് പല ആൾക്കാർ മേടിച്ചിട്ട് അവിടെ തന്നെ അടിക്കുന്നു, അവിടെ തന്നെ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ പല സിനിമകളിലും. തമിഴ്നാട്ടിൽ പോയവർക്ക് അറിയാം അതിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ. അപ്പോൾ അതിലവിടെ നിന്നിട്ട് അങ്ങനെ അടിക്കുമ്പോൾ ഒരു പൊടുത്തം ബുള്ളറ്റ് വന്നിട്ട് ഇതുപോലെ ഈ മദ്യം മേടിച്ച് പോകുന്നൊരു സീനുണ്ട്. അതിൽ ആ ബുള്ളറ്റ് അവിടുന്ന് സ്റ്റാർട്ടാക്കി ആ പോയി മറിയുന്ന വരെയുള്ള ആ സൗണ്ട് എഫക്ട്സ്, അത് ശരിക്കും നമ്മൾ അവിടെ നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് പോലെ നമുക്കത് ആ സിനിമയിൽ കേൾക്കാം. അത്രയും പെർഫെക്ഷനോട് കൂടിയാണ് സൗണ്ട് റെക്കോർഡിങ് അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് പെർഫോമൻസ് വൈസ് എടുത്തു പറയുമ്പോൾ സൂര്യയുടെയും അന്നാബൻ, പിന്നെ അവർ മാത്രമല്ല അവരൊപ്പമുള്ള എല്ലാവരും വളരെ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടേഴ്സാണ് അവർ. എന്ന് പറഞ്ഞാൽ അത്രയും കുഗ്രാമത്തിൽ താമസിക്കുന്ന, അത്രയും എന്താ പറയുക, ഈ ഒരു വികസനം ഇതുവരെ കാണാത്ത ഒരാൾ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ, അപ്പോൾ അവരൊരു ലെവലിൽ അഭിനയിക്കണമെങ്കിൽ ഇനിയിപ്പോൾ അവിടുത്തെ എനിക്ക് മറ്റുള്ള ഇതിൽ അഭിനയിച്ച ആക്ടേഴ്സിനൊന്നും എനിക്ക് വലുതായിട്ട് കണ്ടുപരിചയമൊന്നുമില്ല. എല്ലാം ഈ എന്താ പറയുക, ചിലപ്പോൾ നാടക നടന്മാരൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. എനിക്ക് ആ കൂടി പരിചയമുള്ള രണ്ടുപേരും ഈ സൂര്യയും അന്നബനും മാത്രമേ ഉള്ളൂ. ബാക്കി ആരെയും എനിക്ക് അതിൽ കണ്ടുപരിചയമല്ല. അപ്പോൾ ഇവരൊക്കെ വളരെ പെർഫെക്ഷനോട് കൂട്ടിയാണ് അവരെ ആ ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന പറഞ്ഞാൽ ഇവർ അവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് തോന്നുന്നത്. അതും സൂര്യയൊക്കെ പക്ക അതുപോലെയാണ്. നമുക്ക് ഒരിക്കലും തോന്നില്ല അത് സൂര്യാന്ന് തോന്നില്ല. ഈ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും അവൻ്റെ സംസാരം, അവൻ്റെ ആ ചേഷ്ടകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇവൻ ഒരു ആക്ടറാണ് അത് ചെയ്യുന്നതെന്ന്. ഒരു പുറത്ത് നിന്ന ആളാണ് ആ ഗ്രാമത്തിൽ താമസിച്ച് അങ്ങനെ അഭിനയിക്കുക അന്ന് നമുക്കത് തോന്നില്ല. അത്രയും പെർഫെക്ഷനോടെയാണ് ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് എല്ലാവരും. അന്നാബനും അതെ. അന്നാബൻ്റെ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഈ മീന എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഇതിൽ സംസാരമില്ലാതെ വെറും നോട്ടങ്ങളിൽ കൂടെയും ഒരു ചിരി അല്ലെങ്കിൽ ഒരു പാട്ടെന്ന് പറയാൻ അങ്ങനെ പാടി നടക്കില്ല, അങ്ങനെ മൂളിപ്പാട്ട് പാടില്ലേ, അതിൽ കൂടെയൊക്കെയാണ് ഈ ക്യാരക്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. വളരെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ പറഞ്ഞ പോലെ ഭാരതരാജയുടെ മൂവികളും അതൊക്കെ കാണുമ്പോൾ നമുക്കങ്ങനെ പല ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ അതുപോലൊരു സംഭവം ഇത്. എനിക്ക് കുറേ പടങ്ങൾ ഈ പടം കണ്ടപ്പോൾ ഈ കുറേ തണ്ണി എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നില്ലേ, വെള്ളത്തിനെ പറ്റിയിട്ടൊരു പടം. എനിക്കൊന്ന് ഭാരതരാജന് ഞാൻ തോന്നുന്നു, അത് പഴയ കാലത്ത് ഇറങ്ങിയത്. വല്ലാത്തൊരു സിനിമയായിരുന്നു. എനിക്കൊന്ന് സരിതയാന്ന് തോന്നുന്നു അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒക്കെ ഒരു വേവ് ലെങ്താണ് എനിക്ക് തോന്നിയത് കാണുമ്പോൾ. അതുപോലെ തന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഓഫ് ബീറ്റ് മൂവി, എന്താ പറയുക, ഒരു പാരലൽ സിനിമ ഞാൻ കാണുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. പറയുന്നത് ഇതെന്താണ്ട് അങ്ങോട്ട് നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഈ കൊമേഴ്ഷ്യൽ മൂവീസല്ലേ കാണുന്നത്.
അതിൻ്റെ പക്ഷേ സിനിമ അങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ എനിക്കത് ഓഫാക്കാൻ പറ്റുന്നില്ല. മെയിനായിട്ട് ഈ സിനിമയിൽ 2 മെറ്റഫോർ കാണിക്കണം. മെറ്റഫോർ എന്ന് പറഞ്ഞാൽ 2 രൂപാന്തരം, അല്ലെങ്കിൽ നമുക്ക് ഒരു സംഭവം കാണിച്ചിട്ട് സാദൃശ്യം കാട്ടുന്ന മറ്റൊരു, അങ്ങനെ പറയില്ലേ, ഒരു മെറ്റഫോർ എന്ന് പറയില്ലേ, അതിന് മലയാളത്തിൽ കറക്റ്റ് രൂപകം എന്നാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ അതിൻ്റെ അർത്ഥം. പക്ഷേ അത് എന്താ പറയുക, നമുക്കൊരു വസ്തുവിനെ കാണിച്ചിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിന് വേറൊരു അർത്ഥം ഉണ്ടായിരിക്കും. ആ ഒരു അർത്ഥമാണ് ഈ സിനിമ കൂടെ കാണിക്കുന്ന പറയില്ലേ. അതുപോലെ 2 മെറ്റഫോർ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു മെറ്റഫോർ എന്ന് പറയുന്നത് ഒരു ചാത്തൻ കോഴി, നമ്മൾ റൂസ്റ്റർ എന്നൊക്കെ വിളിക്കുന്ന സാധനം, ഒരു ചാത്തൻ കോഴി നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടു, നമ്മൾ ഈ മറ്റേ കോഴിപ്പൂരിനെ കൊണ്ടുവന്ന ടൈപ്പ് കോഴി, അതുപോലത്തെ ഒരു കോഴി. രണ്ടാമത് കാണിക്കുന്ന ഒരു കാള എന്ന് പറഞ്ഞാൽ ഒരു പടുകൂറ്റൻ ബുൾ, പ്രോപ്പർ ബുൾ. ഈ 2 മെറ്റഫോറിലൂടെ ആണ് ഈ ഡയറക്ടർ ഈ കഥയുടെ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. ഈ 2 മെറ്റഫോർ എന്ന് പറഞ്ഞാൽ കോഴിയുടെ ഒരു മെറ്റഫോർ, അത് ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമയോട് അനുബന്ധിച്ചിട്ട്. ഈ കോഴി എന്ന് പറയുന്നത്, നമ്മൾ ഈ കോഴീനെ തീറ്റ കൊടുത്ത് സ്നേഹിച്ച് ഇതൊക്കെ വളർത്തി വലുതാക്കി കൊടുന്ന് ഇത് കഴിഞ്ഞ് ലാസ്റ്റ് അതിനെ നമ്മൾ തട്ടിത്തിന്നും, അല്ലെങ്കിൽ കെട്ടിയിടും, അല്ലെങ്കിൽ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചിടും എന്നുള്ളൊരു മെറ്റഫോർ. അപ്പോൾ ആ ഒരു മെറ്റഫോറാണ് എനിക്ക് ഈ മീന എന്ന് പറഞ്ഞ ക്യാരക്ടറിനും ഈ ഇതിലെ ചാത്തൻ കോഴിയുടെ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ കോഴീനെ ഇവർ കുരുതിക്ക് വേണ്ടി ഓടുന്ന കോഴിയാണ്. അപ്പോൾ ഈ കോഴീനെ കുരുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു പൂജാരിയെ കാണാൻ പോകണ്ടല്ലോ. അപ്പോൾ ആ പൂജ ചെയ്യുന്ന സമയത്ത് കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മേത്ത് ബാധ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ബാധനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഒരു കുരുതി കൊടുക്കണം. ആ കുരുതിക്കുള്ള കോഴിയാണത്. അപ്പോൾ ആ കോഴീനെയാണ് അവർ കുറേ നാളായിട്ട് വളർത്തുന്നത്. ഇതിന് എല്ലാ ദിവസവും തീറ്റ കൊടുത്തവനെ കെട്ടിട്ടിരിക്കുക, കാലും ഇങ്ങനെ ഒരു കയറിട്ടിട്ട് ഒരു കല്ലിന് മുകളിൽ കെട്ടിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കോഴീനെ ഇങ്ങനെ തീറ്റ കൊടുത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കര സ്നേഹത്തെ ആലോചിച്ച് കോഴിക്ക് ഒരു ചെറിയ പനി വരുമ്പോഴേക്ക് തഴുകി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കുരുതി കൊടുക്കാനുള്ള കോഴി, അപ്പോൾ കോഴി ആവാൻ പാടില്ല. അത് ഭയങ്കര സ്നേഹത്തോടെ കൊണ്ടു കിടക്കുന്നു. പക്ഷെ എന്താ, ഈ കോഴീനെ അടച്ചിട്ടിരിക്കുകയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെ കുരുതി കൊടുക്കാനുള്ള. അപ്പോൾ ആ ഒരു മെറ്റഫോർ എന്ന് പറഞ്ഞാൽ ഈ സെയിം മീനയുടെ കാര്യത്തിൽ ഇവർ മകളെ വളർത്തി വലുതാക്കി, ഭയങ്കര വാത്സല്യത്തോടെയൊക്കെ വളർത്തി വലുതാക്കി, അവസാനം എന്താ ചെയ്യാൻ പോകുന്നത്, ഇവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിൽ നിർബന്ധിച്ചിട്ട് ഈ അതും മറ്റേ ഇവൾ സ്നേഹിച്ച പയ്യൻ വേറൊരു ജാതി എന്നാന്നുള്ളൊരു പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇവൻ്റെ മാമന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവാ, മുറമാമന്. അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് അവളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലായില്ല. അപ്പോൾ ആ ഒരു മെറ്റഫോറാണ് ഈ കോഴിയും ഈ ഒരു ചാത്തൻ കോഴിയും ഈ മീനും ക്യാരക്ടറും തമ്മിൽ വരുന്നത്. പിന്നെ ഒരു മെറ്റഫോർ ഈ സിനിമയിൽ കാണിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാള, പട്ടുകൂറ്റൻ കാള എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കാള. ഇവരിങ്ങനെ ഈ പൂജാരിയെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാള റോഡിൻ്റെ നടുവിൽ വരെ തടഞ്ഞു നിർത്തും. പലരും ഈ കാളനെ ആട്ടാൻ ചെന്നിട്ടും കാള മാറുന്നില്ല. കാള ഇങ്ങനെ എന്താ പറയുക, ദേഷ്യം പിടിച്ചിട്ട് വരെ കുത്താൻ വേണ്ടി വരിക. പക്ഷെ കുത്തുന്നല്ല, അങ്ങനെ വരുന്നേ ഉള്ളൂ, കാണിക്കുന്നുള്ളൂ, ഇടഞ്ഞു നിൽക്കുന്നൊരു കാള പോലെ. കണ്ടു കഴിഞ്ഞാൽ ഈവൻ പാണ്ടി ഇതിൽ ഭയങ്കര പാണ്ടിയാണ് അതിൽ എന്താ ഒരു മുതിർന്ന ഒരു ആൺ ഫിഗർ എന്നുള്ളൊരു എന്താ പുരുഷത്വത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറഞ്ഞ പോലെ അവന് പോലും ആ കാളയുടെ അടുത്ത് എല്ലാം പേടിയാണ്. അവൻ പോകുന്നേ ഇല്ല, അവൻ്റെ അച്ഛനെ വിടുന്നത്. അച്ഛനവിടെ പോയിട്ട് വിളിക്കാൻ കാള ഓടിക്കും. പക്ഷേ ഇവര് അടുത്ത വീട്ടിൽ വന്നിട്ട് അവരോട് ചോദിക്കും, ചേട്ടാ ഈ കാള നിങ്ങളെയാണോ, നിങ്ങളൊന്ന് ഇവിടുന്ന് മാറ്റാൻ പറ്റുമോ, ഞങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യൻ വന്നിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മെലിഞ്ഞ് ഒരു ഗതികെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് വിളിക്കുന്നത് പുള്ളിയുടെ മോളെയാണ്. പുള്ളിയുടെ മോളെന്ന് പറയുമ്പോൾ ഒരു 10 വയസ്സ് 12 വയസ്സായ ഒരു കുട്ടി വന്നിട്ട് കൂളായിട്ട് വന്നിട്ട് ഈ കാളയുടെ മൂക്കേറും പിടിച്ച് നടന്ന് കാളോട് സംസാരിച്ചുകൊണ്ട് കിടക്കുക. അവൾ വിളിക്കണമെന്ന് കാള പോകുന്നുണ്ട്. എടാ നീ എന്തിനു വഴി തടഞ്ഞു നിർത്തുന്നത്, നീ എൻ്റെ അപ്പ വഴക്ക് പറയില്ലേ, ഇനിയിപ്പോൾ ഇത് അപ്പയുടെ വായിലിരിക്കുന്നെല്ലാം കേൾക്കണം, നീ അപ്പനെ ഭ്രാന്ത് പിടിച്ചാൽ എന്നെ ചന്തയിൽ കൊണ്ട് അപ്പം വെക്കും, എനിക്ക് ആകെ കൂടി ഒരു കൂട്ടുള്ളത് നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കാളയാണിതിൽ മറ്റൊരു മെറ്റഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഇത്രയും ഹെൽത്തിയും സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആൻഡ് എന്താ പവർഫുള്ളായിട്ടുള്ള ഈ ഇത്രയും ശക്തിമാനായിട്ടുള്ള ഒരു മൃഗം മറ്റാര് പറഞ്ഞാലും അതിനേക്കാളും പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് അയാളെ അതിനെ മാറ്റാൻ നോക്കിയിട്ടും അത് അളങ്ങുന്നില്ല. അതിലും എന്താ പറയുക,
ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന പോലെ ആൾ നിൽക്കുന്നത്, ആ മുൻശുണ്ടിയും വാശിക്കായിട്ട്. പക്ഷെ ഒരു കൊച്ചു കുഞ്ഞ് വന്നിട്ട് സ്നേഹത്തോടെ അതിനൊന്ന് തലോടിയിട്ട് വാടാ മോനെ എന്നിട്ട് മൂക്കേറും പിടിച്ചുകൊണ്ട് തലോടിയിട്ടൊന്ന് വിളിച്ചപ്പോഴേക്കും ഒരു കൊച്ചു എന്താ പറയുക പശുക്കുട്ടി പോകുന്ന പോലെ ആ മുഴുത്ത കാള ആ കുട്ടിയുടെ ഒപ്പം ഇങ്ങനെ എന്താ പറയുക പിഞ്ചു കുഞ്ഞ് നടന്നു പോകുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാവാച്ചി നടന്നു പോകുന്ന പോലെ ആ കാള ആ കൊച്ചിൻ്റെ ഒപ്പം പോയി, ഒരു മടിയും കൂടാതെ. അപ്പോൾ ഇതിൽ മനസ്സിലാക്കുന്ന സ്നേഹത്തോടെ എന്ത് പറഞ്ഞാലും സ്നേഹം കൊണ്ട് എന്തും നമുക്ക് കീഴടക്കാം. പക്ഷേ നമ്മൾ ചെറുത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ മുൻചുണ്ടി പിടിച്ചിട്ടോ വാശി പിടിച്ചിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടോ തെറി വിളിച്ചിട്ടോ ചീത്ത വിളിച്ചിട്ടോ അടിച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു കാര്യം സാധിക്കാൻ പറ്റില്ല. എന്ന് പറയാൻ മറ്റേ അപ്പുറത്ത് നിൽക്കുന്നവൻ അത്രയും ചുണ്ടിക്കാരനും അത്രയും വാശക്കാരനാണെങ്കിൽ ഒരു ഇതുകൊണ്ടും നമുക്ക് ഒരു കാര്യം സാധിച്ചെടുക്കാൻ പറ്റില്ല. സ്നേഹം മാത്രം നടക്കുള്ളൂ. ആ ഒരു മെറ്റഫോറാണ് നമ്മളെ ഈ പാണ്ഡി എന്ന് പറഞ്ഞ ക്യാരക്ടർ ആ ഒരു സീനിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ കഥ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിം അവസാനിക്കുന്നത് പാണ്ഡി ഈ പൂജാരിയുടെ അടുത്ത് പോയിട്ട് അവിടെ പൂജ നടക്കുന്ന സംഭവം അയാൾ നേരിട്ട് കാണുകയാണ്. ആ നേരിട്ട് കാണുമ്പോൾ അതുവരെ ഇവളെ തല്ലിക്കൊല്ലണം എന്നുള്ള രീതിയിലാണ്. അറിയാം, വേറൊരുത്തൻ്റെ കൂടെ പോകാൻ നിൽക്കുന്ന ഒരു സ്വന്തം ഭാര്യയായിട്ട് വരേണ്ടവൾ വേറൊരുത്തനെ സ്നേഹിക്കുന്നു എന്നറിയുന്ന ഒരുത്തൻ്റെ വേദന, പിന്നെ നാട്ടുകാരുടെ മുമ്പിലുണ്ടാകുന്ന കളിയാക്കലിനെയും സ്വന്തം പെങ്ങന്മാർ വരെ കളിയാക്കുന്നു. ആ ഒരു ഭയങ്കര മെൻ്റൽ ട്രോമയിൽ നിൽക്കുന്ന ഒരു ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന ആ സിനിമയുടെ സ്റ്റാർട്ടിങ് തൊട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. ആ ഒരു ലെവലിലാണ് അവൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്നത്. മിണ്ടിയ പൊറോട്ട എന്ന് പറഞ്ഞാൽ അടിയാണ്, അങ്ങനത്തെ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അവിടുന്ന് ഈ ക്യാരക്ടർ ഈ സിനിമയുടെ അവസാനമ്പോഴേക്കും ഇങ്ങനെ താഴ്ന്നിട്ട് ഇവൻ്റെ ദേഷ്യമെല്ലാം ഇങ്ങനെ താഴ്ന്നു വരിക. അതിനൊരു കാരണം ഈ കാളയാണ്. ഈ കാളനെ കാണുമ്പോഴാണ് അവൻ്റെ മനസ്സിൽ ആ ഒരു ഇത് വരുന്നത്. ആ കൊച്ചുകുട്ടി അത്രയും സ്നേഹത്തോടെ കാളനെ വിളിച്ചപ്പോൾ അത് ഒരു പ്രശ്നമില്ലാണ്ട് ഉണ്ടാണ്ട് പോയി. അപ്പോൾ ഇവൻ ഒരു കാളയെ പോലെയാണ് അത്ര നേരം ബിഹേവ് ചെയ്തിരുന്നത്. ഭയങ്കര മുൻചുണ്ടിയും വാശിയൊക്കെ ആയിട്ട് അതേ ലെവലിൽ തന്നെയാണ് മറ്റേ പെൺകുട്ടി. എന്ന് പറയാം, അവളാണെങ്കിൽ ആരോട് മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, അവളെ അടിച്ചിട്ട് പോലെ അവളൊരു കൂസലില്ല. അവളപ്പോഴും അവളെ മനസ്സിലൊരു സംഭവം വിചാരിച്ചിട്ടുണ്ട്. അവൾ വിചാരിച്ച പോലെ ഈ കല്യാണത്തിൽ നിന്ന് അവൾക്ക് പിന്മാറണം, പോകണം, അവൾക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവളുടെ മൈൻഡിൽ നിൽക്കുന്നത്. അപ്പോൾ അത് അവളുടെ ഒരു മെൻറ്റാലിറ്റി. ഇവൻ്റെ മെൻറ്റാലിറ്റി നമ്മൾക്ക് ഇവനെങ്ങനെയും സൊസൈറ്റി മുമ്പിൽ വലിയൊരാളായിട്ട് കാണണം, ഇവളെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആകെ നാണക്കേടാവും എന്നുള്ള രീതിയിലാണ് ഇവൻ്റെ പ്രശ്നം. ഈ രണ്ട് പ്രശ്നങ്ങൾക്കിടെയാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഈ ഒരു ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനിടയിൽ ഈ യാത്ര, കുടുംബക്കാരുടെ പ്രശ്നങ്ങൾ, അവരെ കോപ്രായങ്ങൾ. അപ്പോൾ ലാസ്റ്റിലെന്ന് പറയുമ്പോൾ ഈ പാണ്ഡി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇവിടെ ഈ പൂജാരിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് കാണുമ്പോൾ ആ പൂജാരി മറ്റൊരു പെൺകുട്ടിയെ ഈ ബാധ ഒഴിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ദേഹത്ത് വെച്ച് ഓരോ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പോൾ ഇവൻ്റെ ബേസിക്കലി കിളി പോവാണ്. അപ്പോഴാണ് ഇവന് ബോധം വരുന്നത് എന്തിനാണ് ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് നേടാൻ പോകുന്നത്. അവൾ പോണെങ്കിൽ പോട്ടെ, അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാം, ഇതുകൊണ്ടൊന്നും ലോകം അവസാനിക്കാൻ പോകുന്നില്ല എന്നൊരു ബോധോദയാണ് ആ പാണ്ഡി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ആ ഒരു സിറ്റുവേഷനിൽ വരുന്നതും. അങ്ങനെയാണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ഓൺലി അപ് ടു ദ വ്യൂവേഴ്സ് ടു എന്താ പറയുക അനലൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫാക്ട്. പക്ഷേ ഡയറക്ടർ എന്താ ചെയ്യുന്നത്, നമ്മളെ കയ്യിൽ വിട്ടിട്ട് ആ ഷോട്ട് അവിടെ ഡാർക്ക് ചെയ്തിട്ട് സിനിമ അവസാനിപ്പിക്കുകയാണ്. ആ പാണ്ഡ്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ക്യാമറ കൊടുത്ത് നിർത്തിയിട്ട് ആ ഷോട്ട് അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഏതൊരു പാണ്ഡ്യക്കും അപ്പം തോന്നുന്നു ഇത്ര ഉണ്ടാവുള്ളൂ, എന്നിട്ട് തേങ്ങയാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അവൾ വേണമെങ്കിൽ അവളെ പാട്ടിന് പോട്ടെ, ഞാൻ എൻ്റെ പാട്ടിന് പോയി, എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നു, എനിക്കിതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി, ഇനിയിപ്പോൾ ഞാൻ തന്നെ ബുദ്ധിമുട്ടുന്നു, ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ആ സിനിമ അവസാനിക്കുന്നത്. ഞാൻ ആ സിനിമ കണ്ടിട്ട് കുറേ നേരം വായം പൊളിച്ചിട്ടിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു അവസാനിപ്പിച്ചതെന്ന് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രജി ഒന്ന് എന്നോട് ചോദിച്ചു, ഇത് മുഴുവൻ കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മുഴുവൻ കണ്ടു, പക്ഷേ എനിക്ക് ആ ലാസ്റ്റിൽ അതങ്ങനെ നിർത്തിപ്പോയെന്ന് പറഞ്ഞാൽ രജിയും ചോദിച്ചു, എന്താ അങ്ങനെ നിർത്തിപ്പോയെന്ന്. അപ്പോൾ ഞാൻ പിന്നെയാണ് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സംഭവം. അതാ പറഞ്ഞ ഈ ഡയറക്ടർ വൺ ഹെൽ ഓഫ് എ ഡയറക്ടർ. ഇയാൾക്ക് ഭയങ്കര ഒരു ടാലൻ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി തമിഴ് സിനിമയിൽ ഇൻഡസ്ട്രിയിൽ ഇയാളൊരു
ഒരു ദിവസം ഇയാളുടെ പേര് ഇങ്ങനെ എന്താ പറയുക ഒരു ബാനറായിട്ട് മാറും, ഉറപ്പാണത്. ശിവകാർത്തികനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി സിനിമ അത്യാവശ്യം മോശമില്ലാത്തൊരു സിനിമയായിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് വർത്ത് എ വാച്ച്. ഡയറക്ടർ നമ്മൾക്ക് വിട്ടിരിക്കുകയാണ്. നമ്മളെ പെർസ്പെക്റ്റീവിൽ കൂടെ ഈ സിനിമ കണ്ടിട്ട് നമ്മളൊരു ചിന്താഗതി എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ് ഡയറക്ടർ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ ബിക്കോസ് ഇതിൽ കുറേ ലോങ് ഷോട്ട്സ് ഇങ്ങനെ വെറുതെ ഫ്രോസൺ ഷോട്ട്സ് ഉണ്ട്, കുറേ എന്താ പറയുക അങ്ങനെ വലിയ അടിപൊളി ഷോട്ട്സ് ഒന്നും ഈ മൂവിയിലില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സിനിമ ഈ എന്താ പറയുക ആക്ഷൻ സിനിമയും കൊമേഴ്ഷ്യൽ സിനിമയൊക്കെ കാണുന്നവരൊക്കെ ഇത് കാണുമ്പോൾ അയ്യ ഇത് എന്ത് വെറുപ്പിക്കലാണല്ലോ, ഒരു സ്ഥലത്ത് തന്നെ ക്യാമറ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ നൽപ്പക നേരത്തെ അതിൽ കണ്ടില്ല. അതേപോലെ ഒരു സ്റ്റിൽ ഷോട്ട്സ് ഒക്കെയാണ് കൂടുതൽ. അപ്പോൾ മിക്കവാറും ആൾക്കാരിത് കാണുമ്പോൾ ഇതെന്തോ ഇയാൾക്ക് അന്ന് സിനിമ എടുക്കാൻ അറിയില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ സാധനം ഒരു വേറെ സാധനമാണ് മോനെ. ഐ എം ടെലിങ് യു ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ലെവൽ മൂവി. പെർഫോമൻസ് വൈസ്, ഡയറക്ഷൻ വൈസ് എല്ലാം, സ്റ്റോറി വൈസ് ഇതിൽ അത്രയും ഒരു സോഷ്യൽ മെസ്സേജ് ഇതിൽ തരുന്നുണ്ട്. പക്ഷേ നമ്മളത് ചിന്തിക്കണം. നമ്മളത് ചിന്തിച്ച് ആ ഒരു സിറ്റുവേഷൻ ഒരു ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ സിനിമയെ പറ്റി മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ഗായ്സ്, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഈ സിനിമ ഡെഫിനറ്റ്ലി കണ്ടു നോക്ക്. ഇറ്റ്സ് വർത്ത് വാച്ചിങ് ഇറ്റ്. താങ്ക് യു.